മലപ്പുറം ചെമ്മാട് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വളരെ എത്തിക്കണം. വളരെ എത്തിക്കണം. അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, തീ അണച്ചോ? ആര്യ, ഇപ്പോൾ പൂർണ്ണമായും തീ അണച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടിയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. ബഹുനില കെട്ടിടമാണ്. 3 നില കെട്ടിടത്തിന്റെ 3-ാം നിലയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സമീപത്തുള്ള കടയിലേക്കൊക്കെ തീ പടർന്നതാണ് ഒരു ആശങ്കയുണ്ടാക്കിയത്. ഒരു കോഴിക്കടയുണ്ടായിരുന്നു, അത് പൂർണ്ണമായും കത്തി നശിച്ചു. ഒരു സമുച്ചയം തന്നെ പൂർണ്ണമായും കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഞായറാഴ്ചയാണ്, ആളുകളൊക്കെ പൊതുവെ കുറവായിരുന്നു. അതിനാൽ തന്നെ വലിയ ഒരു അപകടം ഉണ്ടാകാതെ നമുക്ക് അവിടെ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളുകളെയൊക്കെ, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ തീ പടർന്നത് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് തീപിടുത്തത്തിനുണ്ടായ കാരണമെന്നാണ് എന്തായാലും പ്രാഥമിക നിഗമനം. വളാഞ്ചേരിയിലെയും തിരൂരിലെയും ഉൾപ്പെടെ ചെമ്മാട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. ആര്യ, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് പ്രാഥമികമായ നിഗമനം എന്താണ് അരുൺ? ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് നിലവിലെ പ്രാഥമിക നിഗമനം. അതിൽ കൂടുതൽ വ്യക്തതയില്ല. എന്തായാലും അത് പോലീസ് ഉൾപ്പെടെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. നിലവിൽ പ്രാഥമിക നിഗമനം എന്ന നിലയിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളത് തന്നെയാണ്. രാവിലെ ഉച്ചയോടുകൂടി തന്നെ ഒരു 1:30 മണിയോടുകൂടിയാണ് ഈ തീ പടരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ആളുകളെ പെട്ടെന്ന് മാറ്റാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ആളപായമില്ല എന്നുള്ളത് എന്തായാലും ആശ്വാസകരമായ കാര്യം. പക്ഷേ തീ വലിയ രീതിയിൽ പടരുന്നുണ്ടായിരുന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ എന്തായാലും പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചത്. ആര്യ, ശരി.